നമുക്ക് എപ്പോൾ നോക്കിയാലും ഭയങ്കര സ്ട്രെസ്സായിരിക്കും അല്ലേ? രാവിലെ എഴുന്നേറ്റാൽ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോൾ ടെൻഷൻ, ഓഫീസിൽ ബോസിന്റെ മൂഡ് കണ്ടാൽ ടെൻഷൻ, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്താ ടെൻഷൻ. നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്തോ ഒന്ന് ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ടെൻഷൻ മുഴുവൻ വരുന്നത് നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ്. ഫിലോസഫിയിൽ ഇതിനെ ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ എന്ന് പറയും. As in Stoicism, which is the dichotomy of control. So what is that? The dichotomy of control is dichotomy of control. പേര് കേട്ട വല്ല ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും കാര്യം ഭയങ്കര സിമ്പിളാണ് ബ്രോ. ഞാൻ നിനക്ക് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ബേസിക്കലി 2 ബക്കറ്റിലാണ്. ഫസ്റ്റ് ബക്കറ്റ് നമ്മുടെ തോട്ട്സ്, നമ്മൾ എടുക്കുന്ന ഡെസിഷൻസ്, നമ്മുടെ ഹാർഡ് വർക്ക്, എഫേർട്സ്, ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണോ, ഇതൊക്കെ മാത്രമാണ് നമ്മുടെ റിയൽ പവർ. ഇതിൽ നമുക്ക് 100% കൺട്രോൾ ഉണ്ട്. സെക്കൻഡ് ബക്കറ്റ് തിങ്സ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ്, ഭാവിയിൽ എന്ത് സംഭവിക്കും, ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, ട്രാഫിക് ജാം, വെതർ, മറ്റുള്ളവരുടെ ആക്ഷൻസ് ആൻഡ് ചോയ്സസ്, പലപ്പോഴും ഈവൻ ഹെൽത്തിന്റെ ചില പാർട്സ്, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ നമ്മൾ ഈ രണ്ടാമത്തെ ബക്കറ്റിലുള്ള കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കും. വി ട്രൈ ടു മൈക്രോ മാനേജ് ദ ഹോൾ യൂണിവേഴ്സ്. ഒരു എക്സാമ്പിൾ പറയാം, അപ്പം മനസ്സിലാവും. നിന്റെ ഫ്രണ്ട് നിന്നോട് നല്ലത് പറയുകയാണെങ്കിൽ അവനെ മാറ്റാൻ ശ്രമിക്കണം. ജോബിൽ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ ബോസിന്റെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ നോക്കണം. എക്സാം റിസൾട്ട് വരാൻ ഇനിയും ടൈം ഉണ്ടെങ്കിൽ വറി ചെയ്ത് രാത്രി ഉറങ്ങാതെ കിടക്കും. ഇങ്ങനെ നമ്മുടെ എനർജി മൊത്തം വെറുതെ വേസ്റ്റ് ചെയ്യും. സോ ഹിയർ ഇസ് ദ റിയൽ ഗെയിം ചേഞ്ചിങ് മൈൻഡ് ഷിഫ്റ്റ്. ഈ ലോകം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറണമെന്ന് വാശി പിടിക്കാതെ കാര്യങ്ങൾ അതിന്റെ നേച്ചുറലായ വഴിക്ക് വിടാൻ പഠിക്കുക, അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നീ എല്ലാ ദിവസത്തിന്റെ അവസാനവും സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കുക, ഡിഡ് ഐ ഗിവ് മൈ 100% ഓൺ ദാറ്റ് തിങ്സ് ദാറ്റ് ഐ ക്യാൻ കൺട്രോൾ ടുഡേ? ഉത്തരം യെസ് ആണെങ്കിൽ പിന്നെ റിസൾട്ട് എന്തായാലും വിഷമിക്കേണ്ട. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ആൻഡ് ഇത് കാര്യങ്ങളെ കാഷ്വലി ഇഗ്നോർ ചെയ്യാനല്ല ബ്രോ, ഇത് വളരെ സ്മാർട്ടായി നമ്മുടെ ലിമിറ്റഡ് എനർജി ഉപയോഗിക്കാനാണ്. നമുക്ക് മാറ്റാൻ പറ്റണത് മാത്രം ഫുൾ ഫോക്കസ് ചെയ്യുക, ബാക്കി യൂണിവേഴ്സിന്റെ കയ്യിൽ വിട്ടേക്കുക. ഫോർ ദ എക്സാമ്പിൾ, നാളെ നിനക്കൊരു ഇമ്പോർട്ടൻറ്റ് പ്രസന്റേഷൻ ഉണ്ട്. നീ ബെസ്റ്റായി പ്രിപ്പയർ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, അതാണ് നിന്റെ പാർട്ട്. നെക്സ്റ്റ്, ഓഡിയൻസിന്റെ റിയാക്ഷൻ, പോസിന്റെ ഫീഡ്ബാക്ക് എന്നിവ നിന്റെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാ. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കാതെ വിട്ടുകളഞ്ഞേക്ക്. ഇനി ഒരു എക്സാമ്പിൾ കൂടി തരാം. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നീ നല്ലത് ചെയ്താൽ മതി, മറ്റാളുടെ ഫീലിങ്സ് നിനക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ഭാരവും തലയിൽ വെക്കാതെ സ്വന്തം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യ്. ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലെറ്റ് ദ റെസ്റ്റ് ഫോൾ ഇൻടു പ്ലേസ്. അതാണ് യഥാർത്ഥ പീസ് ഓഫ് മൈൻഡ്. ഈ ഒരു ഹാബിറ്റ് നീ ശീലമാക്കിയാൽ നിന്റെ ദിവസങ്ങൾ എത്ര ചില്ലാവും. ലെസ് ഓവർ തിങ്കിങ്, മോർ ക്ലാരിറ്റി, ബെറ്റർ സ്ലീപ്പ്, നല്ല മനസ്സ്. നിന്റെ ലൈഫിൽ വലിയ വലിയ പ്രോബ്ലംസ് വന്നാലും നീ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നീ ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈവനിങ്ങിന് ഒരു കാര്യം നിന്റെ കൺട്രോളിൽ ഇല്ലാത്തതുണ്ടെങ്കിൽ സ്വയം പറയും, ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തു എന്ന്. ഇനി ലെറ്റ് ഇറ്റ് ഗോ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും ബിഗ് ലെറ്റ് ഗോ മൂമെന്റ് എന്തായിരുന്നു? Take care, see you in the next one. Stay chill. I'm Roy signing off. And this was just my stupid thoughts.